ഹലോ, ഇന്ന് ഞാനുള്ളത് നമ്മുടെ പാലക്കാട് ചിറ്റൂരിൽ തെക്കേ ഗ്രാമം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അവസാന നാളുകളിൽ എഴുതുന്ന ഹിസ്റ്ററിക്കലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് തെക്കേ ഗ്രാമം. ശോകനാശിനി പുഴയുടെ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. തമിഴ് ബ്രാഹ്മണ കൾച്ചറാണ് ഇവിടെ മുഴുവനും ഫോളോ ചെയ്യുന്നത്. തമിഴ് ബ്രാഹ്മിൺസാണ് ഇവിടെ അഗ്രഹാരത്തിൽ ഫുള്ളും. ആൻഡ് രാമാനുജൻ ആണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹമാണ് ഈ ഗ്രാമം തന്നെ പണി കഴിപ്പിച്ചത്. ഇതാണ് തുഞ്ചൻ ഗുരുമഠം എന്ന് പറയുന്നത്. ഈ ഗുരുമഠത്തിൽ നമ്മൾ എല്ലാ വർഷവും വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ധാരാളം പേര് വളരെ ദൂരം നിന്ന് പോലും ഇവിടെ വന്ന് എഴുത്തിനിരുത്താറുണ്ട്. അങ്ങനെ ഭയങ്കര ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഭൂമിയാണ് തെക്കേ ഗ്രാമം തുഞ്ചൻ മഠം. ഈ വീട് പണി കഴിപ്പിച്ച തുഞ്ചത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനും കൂടിയിട്ടാണ് ഇവിടെ ഇരുന്ന് ഈ രാമായണവും രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എല്ലാ അവസാനത്തെ ഈ രചനകളും അവസാന ഘട്ടമൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തത് എന്നാണ് ഇവരൊക്കെ പറയപ്പെടുന്നത്. എൻ്റെ ഇവിടെ ഒരു മണ്ഡപം, അതിനുള്ളിൽ തന്നെ ഒരു വലിയ ഹാളുണ്ട്. ഈ ഹാളിൽ നവരാത്രി മണ്ഡപം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മണ്ഡപത്തിൽ എന്തെങ്കിലും നേർച്ച വഴിപാടുണ്ടാകുമ്പോൾ അവർ ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഭാഷണങ്ങൾ പറയുക, അങ്ങനെയുള്ള ഒരു ഹാൾ അതിനുള്ളിൽ തന്നെ ഉണ്ട്. അത് ബുക്ക് ചെയ്യണം. ആൻഡ് ഈവനിങ്ങിലെന്നും ഇവിടെ നല്ല പൂജകൾ ഉണ്ടാവും. അദ്ദേഹത്തിന് ഭാഷാപിതാവിനെ പൂജിക്കുക അങ്ങനെയാണ്. അപ്പോൾ ഉള്ളിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നെതിയടിൻ്റെ പുറത്തൊരു മുകളിൽ ഒരു പാർവതിയുടെ വേറൊരു രൂപമാണല്ലോ മാതങ്കി എന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രതിഷ്ഠയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ എന്നും 5 മുതൽ 7 വരയ്ക്കും അവിടെ പൂജയുണ്ടാവും. അപ്പം അധികം ആളുകളൊന്നുമില്ല. വളരെ ശാന്തമായിട്ടുള്ള പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. അതിൻ്റെ പഴമ ഒരു 4 കെട്ട് രീതിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ചെറിയ മിനുക്ക് പണികളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മേൽക്കൂര അവിടെയൊക്കെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയ ആൽമരം, അതും 16-ാം നൂറ്റാണ്ടിൻ്റെ വപ്പ ഉണ്ടാക്കിയതാണ്, വെച്ചതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നല്ലൊരു ഷൂട്ടിംഗ് സൈറ്റുമാണ്. ഈ പുഴയുടെ തീരത്തും ഇതിൻ്റെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ.